കുന്നും പാടവും നീർച്ചാലുമൊക്കെയായി ഇഴചേർന്ന് ഗ്രാമീണതയുടെ അനുപമ ലാവണ്യം ജ്വലിച്ചു നിൽക്കുന്ന കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ ഒരു കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിന്റെയും ജന്മിത്വ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെയും വടക്കേ മലബാറിലെ പ്രധാന രംഗഭൂമിയായിരുന്നു. അന്നും ഇന്നും കാർഷിക വൃത്തിയാണ് ഇവിടുത്തെ പ്രധാന ഉപജീവന മാർഗം. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷമുണ്ടായ സോഷ്യലിസത്തിന്റെ ഉദയം മടിക്കൈയുടെ മണ്ണിലും അതിവേഗം വേരോടി. 30കളിലെ പ്രളയവും അതേ തുടർന്നുണ്ടായ ഭക്ഷ്യക്ഷാമവും പ്രദേശത്തെ ഒന്നാകെ ദുരിതക്കയത്തിൽ ആഴ്ത്തിയ കാലം. എങ്ങും പട്ടിണിയും രോഗവും. ജീവിതം വഴിമുട്ടി നിന്ന ഇക്കാലത്താണ് സഹകരണ പ്രസ്ഥാനം എന്ന ശക്തമായ ആശയത്തിന് ഇവിടെ അടിത്തറ പാകിയത്. കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൈത്താങ്ങാവാനും സാമൂഹിക കാർഷിക ഉന്നമനത്തിനുമായി അങ്ങനെ 1934 ജൂൺ 8 മടിക്കൈ ആലമ്പാടി വിവിധോദ്ദേശ ഐക്യ നാണയ സംഘം നിലവിൽ വന്നു. 1935 മെയ് 22 പ്രവർത്തനം ആരംഭിച്ച ഈ സംഘമാണ് ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷയും അഭയകേന്ദ്രവുമായ മടിക്കൈ സർവീസ് സഹകരണ ബാങ്ക്. സാമൂഹിക സുരക്ഷ, തുല്യനീതി എന്നീ ആശയങ്ങളിലൂന്നി സാമ്പത്തിക ഭദ്രത, ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഭക്ഷ്യസുരക്ഷ, കാർഷിക മുന്നേറ്റം എന്നിവ ഉറപ്പുവരുത്തിയുള്ള പ്രവർത്തന മാനദണ്ഡവുമായി നാടിന്റെ സ്വന്തം ബാങ്കായി മാറിയ മടിക്കൈ സർവീസ് സഹകരണ ബാങ്കിന് ഇപ്പോൾ നവതിയുടെ നിറവ്. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തന മേഖലയായി ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് പദവിയിൽ മുന്നേറുന്ന ബാങ്ക് ജനക്ഷേമം ഉറപ്പുവരുത്താൻ കൈവയ്ക്കാത്ത മേഖലകളില്ല. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി പൊതുവിപണിയിൽ ഇടപെട്ടുകൊണ്ട് 7 റേഷൻ ഷോപ്പുകൾ, 11 മിനി സൂപ്പർ മാർക്കറ്റുകൾ, 7 വളം ഡിപ്പോകൾ, 10 സിമന്റ് ഡിപ്പോകൾ, 3 സ്റ്റീൽ ഡിപ്പോകൾ, 2 റെപ്കോ ഫർണിച്ചർ ഷോപ്പുകൾ, ഒരു പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ ഷോപ്പ്, 2 ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയർ ഷോപ്പുകൾ, ഒരു നീതി മെഡിക്കൽ ഷോപ്പ്, നീതി മെഡിക്കൽ ലാബ്, ഫ്ലവർ മിൽ, ജനസേവ കേന്ദ്രം, മിനി ഓഡിറ്റോറിയം, പാക്കിംഗ് ഗോഡൌൺ, 3 ഗുഡ്സ് വെഹിക്കിൾ സർവീസ് എന്നിവയെല്ലാം പ്രവർത്തന കിരീടത്തിലെ പൊൻതുവലുകളാണ്. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ 8 ബ്രാഞ്ചുകളുമായി പ്രവർത്തിക്കുന്ന ബാങ്കിന് 27,193 അംഗങ്ങളുണ്ട്. തുടർച്ചയായി ലാഭത്തിന്റെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തന മൂലധനം 159 കോടി രൂപയാണ്. നിക്ഷേപം 148 കോടി രൂപയും വായ്പാ ബാക്കി 110 കോടി രൂപയുമാണ്. നാടിന്റെ അടിസ്ഥാനമായ കൃഷിയുടെ നിലനിൽപ്പിനും വ്യാപനത്തിനും വേണ്ടി ഒട്ടേറെ കാര്യങ്ങളാണ് ബാങ്ക് ചെയ്യുന്നത്. ബാങ്കിന്റെ സ്വന്തം പേരിൽ ഹരിതം എന്ന ബ്രാൻഡിൽ അരി വിപണിയിലിറക്കുന്നതിന് പുറമെ കൃഷിഭവനുമായി ചേർന്ന് നെല്ല്, മഞ്ഞൾ, മധുരക്കിഴങ്ങ്, പച്ചക്കറി എന്നിവ കൃഷി ചെയ്തു വരുന്നു. കശുമാവ് വികസന കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ട് കർഷകർക്ക് സൗജന്യമായി കശുമാവിൻ തൈ നൽകി വരുന്നു. കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്ന മഞ്ഞൾ, മുളക് എന്നിവ ബാങ്കിന്റെ മില്ലിൽ പൊടിച്ച് മിതമായ വിലയ്ക്ക് നൽകുന്നു. മടിക്കൈ ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 203 കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ മെറ്റീരിയലുകൾ അഡ്വാൻസായി ബാങ്ക് നൽകി. വർഷം തോറും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്ന കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് നൽകി പ്രോത്സാഹിപ്പിക്കുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി ബാങ്ക് മാതൃകയാകുന്നു. ആധുനിക ബാങ്കിംഗ് സൗകര്യങ്ങളായ കോർ ബാങ്കിംഗ്, NEFT ട്രാൻസ്ഫർ, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ, റിയ മണി ട്രാൻസ്ഫർ, മൊബൈൽ ബാങ്കിംഗ് എന്നിവ ബാങ്കിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിർധനരായ രോഗികൾക്ക് 50% ഡിസ്കൗണ്ടോടുകൂടി മരുന്ന് വിതരണം നടത്തിവരുന്നു. മടിക്കൈ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ബാങ്ക് ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കോവിഡ് മഹാമാരി കാലത്ത് ബാങ്കിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഭക്ഷ്യക്കിറ്റ് നൽകി. 2019-2020 വർഷത്തെ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ മികച്ച പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡ് 2ാം സ്ഥാനം ബാങ്ക് കരസ്ഥമാക്കി. 60 വയസ്സ് കഴിഞ്ഞ ബാങ്ക് മെമ്പർമാർക്ക് വാർദ്ധക്യ പെൻഷൻ പ്രതിമാസം 300 രൂപ നിരക്കിൽ ബാങ്ക് നൽകി വരുന്നു. ഉത്സവകാല ചന്തകൾ, സ്റ്റുഡന്റ് മാർക്കറ്റ്, റബ്ബർ സംഭരണം, കശുവണ്ടി സംഭരണം എന്നിവ നടത്തിയും ബാങ്ക് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു. കൂടാതെ സോളാർ പാനൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ബാങ്കിന്റെ ആവശ്യം കഴിച്ച് ബാക്കി KSEBക്ക് കൈമാറുന്നു. മടിക്കൈ ബാങ്ക്, മടിക്കൈയുടെ സ്വന്തം ബാങ്ക്.